ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒത്തിരി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ഇത്രയും വലിയ ആവേശത്തോടുകൂടെ ഇത്രയും നല്ല ഭംഗിയായിട്ടും ചിട്ടയായിട്ടും നമ്മൾ ഓരോ പരിപാടികൾ നടത്തുന്നതിൽ നാട്ടിലേക്കാൾ ഉപരിയായി നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതലമുറ വളരെയധികം ആവേശത്തോടുകൂടി നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ നടത്തുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, AD 345 ക്നായി തോമായുടെയും ഉറഹമാറിയ ഔസേപ്പ് ബത്രാന്റെയും പുരോഹിതന്മാരുടെയും ശമാശന്മാരുടെയും 72 കുടുംബങ്ങൾ സിറിയയിലെ ഉറഹായിൽ നിന്നും ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി പ്രയാസങ്ങളിലൂടെയുമാണ് ആ സമൂഹം ഭാരത മണ്ണിലേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമായി ഭാരത മണ്ണിലേക്ക് എത്തിച്ചേരുവാനുള്ളതായ കാരണം ഇവിടെയുള്ളതായ ക്രിസ്തീയ സഭ നേരിടുന്നതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിശുദ്ധ പാത്രിക്കീസ് ബാവായ്ക്ക് സ്വപ്നത്തിലൂടെ പ്രത്യക്ഷമാവുകയും അങ്ങനെ ഇവിടെയുള്ളതായ ക്രിസ്തീയ സമൂഹത്തെ, അവരുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി, സഭയോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ആണ് ആ പിതാക്കന്മാരെ ഉറഹയിൽ നിന്നും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിന്റെ മണ്ണിലേക്ക് അവരെ യാത്ര അയക്കുന്നത്. ആ ഒരു ക്രിസ്തീയമായ ദൗത്യം ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ ഉറഹായിൽ നിന്നും യാത്ര തിരിച്ചതായ കപ്പൽ, നമുക്കറിയാം, അന്ന് യാത്രയ്ക്ക് വലിയതായ നൂതന സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ വിഷമ അവസ്ഥയിലൂടെ അവർ പായ്ക്കപ്പലിൽ ഭാരതത്തിന്റെ മണ്ണിലേക്ക് യാത്ര തിരിക്കുകയാണ്. കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് പായ്ക്കപ്പലിൽ അവർ നാട്ടിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. ഭാരതത്തിന്റെ മണ്ണിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. അതുകൊണ്ട് ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം പായ്ക്കപ്പലിന് ഒത്തിരി പ്രാധാന്യവും സവിശേഷതയും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മുടെ പിതാക്കന്മാർ യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചതായ വാഹനം എന്നുള്ളതായ ആ നിലയിൽ ഈ പായ്ക്കപ്പലിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഞാൻ മുമ്പേ ബർമിംഗ്ഹാമിൽ പറഞ്ഞതുപോലെ ദീപശിഖ പ്രയാണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പായ്ക്കപ്പൽ പ്രയാണം അത് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ബ്രിസ്റ്റോളിൽ നിന്നും നമ്മൾ ആരംഭിച്ച് നമ്മുടെ പള്ളികളിലൂടെ സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രിസ്റ്റോളിലെ ജ്ഞാനായ ഇടവക അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു നല്ല അവസരമാണ്. കാരണം വളരെ വ്യത്യസ്തമായ ഒരു പ്രയാണം, അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായി ഒരു പ്രയാണം ആരംഭിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചതിൽ അവരെ ആദ്യം തന്നെ അവരെ അനുമോദിക്കുകയാണ്. അവരൊത്തിരി കഷ്ടപ്പെട്ട എല്ലാ ഇടവകകളിലൂടെയും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജ്ഞാനായ സംഗമം അത് പരിപൂർണ വിജയപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം, അതോടൊപ്പം തന്നെ നമ്മുടെ പൈതൃകങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നൽകുവാൻ തക്കവണ്ണം അവർ അതിനുവേണ്ടി ആവേശത്തോടുകൂടെ ബ്രിസ്റ്റോളിലെ യുവതലമുറ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൽ അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ആ പരിപാടികൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, AD 345 ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്തിയതായ ജ്ഞാനായ സമൂഹം തുടർന്ന് പല ഭാഗങ്ങളിലേക്ക് അവർ ചിതറിപ്പാർക്കുകയും, എന്നാൽ ജ്ഞാനായക്കാരുടേതായ തനിമയും പാരമ്പര്യങ്ങളും അവർ പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിൽ പോയാലും മക്കളെ, ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ ചൊല്ലിത്തന്നത്. കാരണം തനിമയും പാരമ്പര്യവുമാണ് ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത്. നമുക്കറിയാം, ഏതൊരു സമൂഹത്തിന്റെയും ഏറ്റവും അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അവരുടെ തനിമയും അവരുടെ പാരമ്പര്യങ്ങളുമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സമൂഹത്തിന് ഒരു ഐഡന്റിറ്റി ഇല്ല. ജ്ഞാനായ സമുദായത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ തനിമയും പാരമ്പര്യങ്ങളുമാണ്. അത് എവിടെ ചെന്നാലും എവിടെ പോയാലും അവരെവിടേക്ക് കുടിയേറിയാലും അതവര്
അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വരും തലമുറയ്ക്കും അത് പകർന്നു നൽകുന്നു എന്നുള്ളതാണ് ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒത്തിരി പ്രത്യേകതകൾ നമുക്കുണ്ട്, ഒത്തിരി തരത്തിലുള്ളതായ സവിശേഷതകൾ നമുക്കുണ്ട്. ആ സവിശേഷതകളും നമ്മുടെ പാരമ്പര്യങ്ങളും പുതുതലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇതുപോലെയുള്ളതായ പ്രയാണങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. നമ്മളൊന്നും നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ തലമുറയ്ക്കൊന്നും പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ ഈ നടത്തുന്നതായ ഈ കപ്പൽ പ്രയാണം കാണുമ്പോൾ നമ്മുടെ തലമുറ ചോദിക്കും, എന്താണ് ഈ കപ്പൽ പ്രയാണം നടത്തുന്നത്? അപ്പോൾ അങ്ങനെ അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് പഴയ കാലത്തെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകൾ, സ്മരണകൾ അയവിറക്കുവാനൊക്കെയും അവർക്ക് നമ്മുടെ തലമുറയ്ക്ക് സാധിക്കും. അതുകൊണ്ട് എവിടേക്ക് പോയാലും നമ്മുടെ തലമുറ ആ ബന്ധങ്ങളും നമ്മുടെ പൈതൃകങ്ങളും നമ്മുടെ തനിമയും കാത്തു സൂക്ഷിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ ആവേശത്തോടു കൂടെ നമ്മുടെ സംഗമങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ പള്ളിക്കാരും അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ എത്രയോ വലിയ ആവേശത്തോടു കൂടിയാണ് ഓരോ വർഷവും ഓരോ പുതിയ നൂതന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നൂതന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ പരിപാടികളെ പരിപൂർണമായ വിജയപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം എത്രയോ വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ തലമുറ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂറോപ്പിൽ കുടിയേറിയതായ നമ്മുടെ ആളുകൾ. നമ്മുടെ തനിമയും പാരമ്പര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ശ്ലാഘനീയമാണ്. ഒരിക്കൽ കൂടി ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുകയാണ് ക്രിസ്റ്റോണിന്റെ വകയെ. പ്രത്യേകിച്ച് ഇവിടെ ഈ മാഞ്ചസ്റ്റർ പള്ളിയെ ഇത്രമാത്രം വലിയ ഒരു സ്വീകരണം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇവർക്ക് ഇടയായിത്തീർന്നു. പുതിയ തരത്തിലുള്ളതായ സ്വീകരണങ്ങൾ, താലപ്പൊലികളേറിയ ബാലികമ, അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ സ്ലൈഡ് ഷോ ഒക്കെയും അറേഞ്ച് ചെയ്ത് അവരും ഈ പരിപാടിയിൽ മാഞ്ചസ്റ്റർ ഇടവകയും അവർ വലിയ ഒരു നല്ല ഒരു സ്വീകരണം ക്രിസ്റ്റോണിയൽക്കാർക്ക് അവർ നൽകി. ഈ പായ്ക്കപ്പൽ പ്രയാണത്തിന് നൽകി. തീർച്ചയായും മാഞ്ചസ്റ്റർ ഇടവകയും അനുമോദനങ്ങൾ അർഹിക്കുന്നു, അവരെയും അനുമോദിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ പായ്ക്കപ്പൽ പ്രയാണത്തിന് എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും നൽകുന്നു. നമ്മുടെ വരും തലമുറകൾക്ക് ഈ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മുടെ തലമുറകൾക്ക് സ്മരണകൾ നിലനിർത്തുവാൻ, അയവിറക്കി കൊടുക്കുവാൻ, അവരെ നമ്മുടെ തലമുറയെ നമ്മളുടെ തനിമയും പാരമ്പര്യങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഇതൊക്കെയും പ്രയോജനമായി തീരട്ടെ. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ നമ്മുടെ തലമുറയുടെ ഈ യുവജനതയുടെ ആവേശവും അവരുടെ ഈ പ്രവർത്തനങ്ങളും നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ ഭദ്രാസനത്തിന്റെ ഒന്നിച്ചുള്ളതായ പുരോഗതിക്കും അത് കാരണമായി തീരണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ഊർജം, നമ്മുടെ ഈ യുവ രക്തത്തിന്റെ ഊർജം നമ്മളുടെ സമുദായത്തിന്റെ മുന്നോട്ടുള്ളതായ നല്ല യൂറോപ്പിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഒന്നിച്ചുള്ളതായ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ വിനിയോഗിക്കണം. അങ്ങനെ ഈ സമുദായം യൂറോപ്പിലും നല്ല ഒരു നിലയിൽ എത്തിച്ചേരുന്നതിന് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ നമ്മുടെ പാരമ്പര്യത്തിലും തനിമയിലും അവരെ വളർത്തിക്കൊണ്ടു വരുവാനായി സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാ മംഗള ആശംസകളും നേരുന്നു പായ്ക്കപ്പൽ പ്രയാണത്തിലും അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ ഇടവകയ്ക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോമോൻ അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ജ്ഞാനായ യാക്കോബായ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായ നിമിഷങ്ങളിലാണ്. ഈ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സന്തോഷവും മുന്നമേ തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. എന്തെന്നാൽ ബ്രിസ്റ്റോളിൽ തുടങ്ങുന്ന മൂന്നാമത് യൂറോപ്യൻ ജ്ഞാനായ ഫാമിലി കോൺഫറൻസിന്റെ മുന്നോടിയായിട്ടുള്ള പായ്ക്കപ്പൽ പ്രയാണം ഈ പള്ളിയിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളതായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഇടവക ദേവാലയത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ആചാര മര്യാദകളോടുകൂടെ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ആ പായ്ക്കപ്പലിന് സ്വീകരണം കൊടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ AD 345 എന്ന് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, മലങ്കരയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായിരിക്കുന്ന വർഷമായിരുന്നു എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും.
മലങ്കരയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായിരിക്കുന്ന വർഷമായിരുന്നു എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സിറിയൻ കുടിയേറ്റം കൂടാതെയുള്ള ഒരു മലങ്കര ചരിത്രത്തെ നമുക്ക് മറ്റ് ആരിൽ നിന്നും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. 345 ജ്ഞാനായ തോമൻ എന്ന് പറയുന്നതായ കച്ചവട പ്രമാണിയുടെ നേതൃത്വത്തില്, ഉറവായിലെ യോസേഫ് മെത്രാന്റെ നേതൃത്വത്തില്, അനേക വൈദികരുടെയും ശമാശന്മാരുടെയും നേതൃത്വത്തില് മലങ്കര സഭയില് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നതായ ഒരു അനുഭവത്തില് വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന വ്യക്തിയാണല്ലോ ജ്ഞാനായ തോമൻ എന്ന് പറയുന്നതായ ആ വലിയ മനുഷ്യൻ.